റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും റിപ്പോ നിരക്കുകൾ കുറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇത് നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരത സർക്കാരുമായി ചേർന്ന് എക്കോണമിയെ ടെർബോ ചാർജ് ചെയ്യാൻ ഒരു ഒരു ഡബിൾ ബാരൽ സ്റ്റിമുലസ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതൊരു തുടർ ഇൻ്റർവെൻഷനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 12 ലക്ഷം ആക്കി വർദ്ധിപ്പിച്ചു. ഏതാണ്ട് ഇൻകം ടാക്സിൻ്റെ പരിധി 12 ലക്ഷം, ഏതാണ്ട് 1 ലക്ഷം കോടിയോളം രൂപ മാർക്കറ്റിലേക്ക് വരും എന്നുള്ളതാണ് അന്നത്തെ കണക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ റിപ്പോ റേറ്റ് 50, ഏതാണ്ട് കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും ഷാർപ്പസ്റ്റ് കട്ടാണ് ഈ പറയുന്ന 5.5% ആണ് ഇപ്പോഴത്തെ നിരക്ക്. അപ്പോൾ അത് കൂടാതെ പലരും പറയാൻ മറന്നുപോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന അത് ഏതാണ്ട് 1% കുറച്ചു. 4% ആയിരുന്നതിന് 1% കുറച്ചു. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ബാങ്കുകളുടെ കയ്യിൽ 2.5 ലക്ഷം കോടിയോളം രൂപ ഇപ്പം റിലീസായി. കാരണം ഈ സെൻട്രൽ ബാങ്കാണ് ഇതിൻ്റെ നമ്മളൊരു ഡാം കെട്ടുന്നത് പോലെ വയ്ക്കുകയാണെങ്കിൽ ഈ പൈസ എത്ര നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരണം, അല്ലെങ്കിൽ എത്ര കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെ ഉള്ളത് ഈ ക്യാഷ് റിസർവ് അളവ് നിശ്ചയിക്കുന്നത് ഈ ക്യാഷ് റിസർവ് റേഷ്യോയുടെ ഒരു ബേസിസിലാണ്. അപ്പോൾ ഇത് 3%, 4% എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ഇവർ കരുതൽ പണമായി കയ്യിൽ വച്ചിരിക്കണം ബാങ്ക്. അപ്പോൾ ഇന്ന് അത് 1% കുറച്ചു എന്ന് പറയുമ്പോൾ അത്രയും പണം ഈ കരുതൽ പണത്തിൽ നിന്ന് മാറി റിലീസായി കിട്ടും. അത് മാർക്കറ്റിലേക്ക് വരും. അത് ലെൻഡബിൾ ആയിട്ട് ബാങ്കിന് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു തുകയായി മാറും. അപ്പോൾ അങ്ങനെ 2.5 ലക്ഷം കോടി രൂപ വന്നു. അപ്പോൾ ഇതിന് ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷണൽ റിസർവ് റേഷ്യോ എന്ന് പറയും. അതായത് കിട്ടുന്ന പണം വീണ്ടും ബാങ്കിങ് സെക്ടറിൽ തന്നെയാണെങ്കിൽ ഇത് 2 or 3 പ്രാവശ്യം ഇത് ചേൺ ചെയ്യും. അപ്പോൾ 2.5 ലക്ഷം കോടിയുടെ ഇന്നത്തെ കണക്കെന്ന് പറയുന്നത് ഏതാണ്ട് 10 ലക്ഷം കോടിയോളം രൂപയുടെ ഇമ്പാക്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഈ ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ ഒരു കുറവ് വന്നതിനകത്തുള്ള ഒരു എക്കോണമിക്കുള്ള ഇമ്പാക്റ്റ്. അപ്പോൾ ഈ പറയുന്ന 1 ലക്ഷം കോടി രൂപ ഇൻകം ടാക്സിൻ്റെ കുറവ് വന്നപ്പോൾ ആളുകളുടെ കയ്യിൽ ചിലവഴിക്കാനായി കിട്ടി പണം. അപ്പോൾ ഒരു റഫ്ലി ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 80% പണവും ഈ ആളുകൾ ചിലവാക്കും, 20% സേവ് ചെയ്യുന്നത്. ഇപ്പം താങ്കൾക്ക് 1000 രൂപ സാലറി കൂട്ടിയാൽ ആ സാലറി കൂട്ടുന്നതിൽ നിന്ന് 80% കൺസംഷനും 800 രൂപ അതിൽ 20% സേവിങ്ങുമായിട്ട് പോകും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 0.8 മൾട്ടിപ്പിൾ അത് വരികയാണെങ്കിൽ ഒരു ഡെഫിനറ്റ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ് ഇത് എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പം അഡീഷണലായിട്ട് കിട്ടുന്ന പണം കൂടുതൽ കൺസ്യൂം ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊപ്പൻസിറ്റി 0.7 to 0.8 ആണ് നമ്മുടെ രാജ്യത്ത് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇത് ഞാൻ ചിലവാക്കുമ്പം കടക്കാരന് കിട്ടുന്നു, കടക്കാരൻ അഡീഷണൽ കിട്ടുന്ന റവന്യൂ വീണ്ടും ചിലവ് ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയുടെ അഡീഷണൽ ഒരു GDP ഗ്രോത്ത് ഇതിനകത്ത് വരും. അങ്ങനെ ടോട്ടൽ ഇമ്പാക്റ്റ് ഈ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡബിൾ ബാരൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞത്. ഒരു 15 ലക്ഷം കോടിയുടെ ഇമ്പാക്റ്റാണ്. അപ്പം റിപ്പോ റേറ്റ് കുറഞ്ഞപ്പോൾ നാച്ചുറലി ആളുകളുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ പർച്ചേസ് കൂടി. ഏതാണ്ട് 50 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാളുടെ EMI 1800 രൂപയോളം കുറയാം. കാരണം ഇത് ബാങ്കുകാരുടെ അവരിനി പാസ് ഓൺ ചെയ്യുന്ന ഇതനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 50 lakh ലോൺ ഉള്ളവരുടെ EMIയിൽ 1800 രൂപ കുറയാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ എക്കോണമിയിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 ലക്ഷം കോടിയോളം രൂപയുടെ ഇമ്പാക്റ്റ് ഈ പറയുന്ന. അപ്പം ഈ റിപ്പോ റേറ്റിൻ്റെ കുറവ് മാത്രമല്ല, അപ്പം നാച്ചുറലി എക്കോണമിയിൽ ഈ പറയുന്ന കൂടുതൽ ലോണുകൾ വിതരണം ചെയ്യാം,
ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടാം, ആളുകൾക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ചെയ്യാം, ബിസിനസ്സുകൾ തുടങ്ങാം. അതിനൊക്കെ ലോൺ അവൈലബിലിറ്റി നേരത്തെ ഈ പറഞ്ഞതുപോലെ 2.5 ലക്ഷം കോടി രൂപ ബാങ്കിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന കൺസംഷനും കൂടെ കൂടുകയാണെങ്കിൽ ഒരു ഓവറോൾ ഇമ്പാക്റ്റ്. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് അറിയാതെ ചെയ്തതാണോ അപ്പോൾ ഇത് ചെയ്തതിനുള്ള പ്രോബ്ലം വരില്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ നോമിനലായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ 4% ഇൻഫ്ലേഷൻ ഉണ്ടെന്നുള്ളത് 3-3.25% താഴെ നിർത്താൻ പറ്റി. നമ്മുടെ നല്ല റബി ക്രോപ്പായിരുന്നു. അപ്പം ആ വിളവെടുപ്പിൽ നമുക്ക് നല്ലൊരു ബമ്പർ ക്രോപ്പ് കിട്ടി. അപ്പം അതിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഉള്ളൊരു സ്റ്റെബിലൈസേഷനുണ്ട്. എക്കോണമി ഗ്രോയിങ് ആണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയാണ്. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ യുദ്ധവും മറ്റുമൊക്കെയുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഒരു ജനറൽ സ്ലോ ഡൗൺ വേൾഡ് എക്കോണമിയിലുണ്ടായ സമയത്ത് നാച്ചുറലായിട്ട് ഭാരതത്തിന് വേണ്ട ഒരു സ്റ്റിമുലസ് നേരത്തെ കൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണ് ഈ ഇൻകം ടാക്സിലും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഗ്രോത്തിന് വേണ്ടി ഒരു ഭാരതത്തിൻ്റെ ഇന്ന് ലാർജസ്റ്റ് ഗ്രോയിങ് എക്കോണമി, ആ ഒരു വലിയ എക്കോണമികളിലുള്ളതിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി എന്നുള്ള ആ ഒരു തോത് നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ഈ പറയുന്ന എക്കോണമിയുടെ ഗ്രോത്ത് വളരെ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് നിലനിർത്താനും ഒരു ഇമ്പറ്റസ് കൊടുക്കാനും എക്കോണമിക്ക് ഒരു വൈബ്രൻസി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇത് ഒരു ഹൗസ് ഹോൾഡ് സ്പെൻഡ് കൂട്ടും. ആ സ്പെൻഡ് പക്ഷേ വൈസായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പം ഈ പറയുന്ന ആളുകൾ ഒരു നമ്മൾ ബൈ നേച്ചർ ഇന്ത്യൻ ഫാമിലി എപ്പോഴും ഒരു ഈ എക്സ്പെൻഡിച്ചർ കൂട്ടുന്ന ഒരു തരത്തിലുള്ള ആളുകളല്ല. നമ്മുടെ ഒരു ബൈ നേച്ചർ ചുരുക്കൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ സേവിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ. അപ്പോൾ ഇതൊരു ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ അതിനെ ഒരു കൺസ്യൂമറിസ്റ്റിക് ആയിട്ട് നമ്മൾ കൂടി, എന്നാൽ എക്കണോമിക്കും ഇതുള്ളൂ. അപ്പോൾ ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ നമ്മളൊരു വൈസ് സ്പെൻഡിങ്ങിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെൻഡ് ചെയ്യുന്ന ബാങ്കുകൾ വളരെ ഈ പറയുന്ന പല ലോണുകളും മറ്റേ നീരവ് മോദിക്കും മെഹുൽ ചോക്സിക്കും ഒക്കെ കൊടുത്തതുപോലെ കിട്ടാക്കടങ്ങൾ ആയി മാറാത്ത രീതിയിലുള്ള കടങ്ങൾ, അതായത് വളരെ വൈസായിട്ടുള്ള ലെൻഡിങ് ഇത് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഗുണം കൂടെ ഇപ്രാവശ്യത്തെ ഒരു പോളിസി ഡിസിഷൻ ഉണ്ടായത്, ഈ സ്വർണ്ണ വായ്പ ഈ പണയം വെച്ച് ആളുകൾ എടുക്കുന്നതിന് നമ്മുടെ ഈ സിവിൽ സ്കോറും മറ്റുമൊക്കെ നോക്കണ്ട. പണ്ട് മറ്റൊന്ന് എവിടെയാണെങ്കിലും ബാങ്കിൽ ലോൺ വയ്ക്കണമെങ്കിൽ നമ്മൾ സിവിൽ സ്കോർ നോക്കും. അത് സ്വർണ്ണപ്പണയ വായ്പകൾക്ക് അത് ആവശ്യമില്ല എന്ന് പറയും. കാരണം സ്വർണം എന്ന് പറയുന്നത് ഒരു അസറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ അവരുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയും മറ്റുമൊക്കെ നോക്കി. അപ്പോൾ അതൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഈ ഒരു ബാങ്കിൽ പോയി പണം എടുക്കുമ്പോൾ 10-12% കിട്ടുന്നത് ഒരു മണി ലെൻഡറിനായിട്ട് പോകുമ്പോഴേക്കും അത് 18, 24, 36 ഒക്കെ ആയി മാറുന്ന ഇരട്ടിയോളം കൊടുക്കേണ്ടി വരും. ആ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു പോളിസി ഇൻ്റർവെൻഷൻ വന്നിരിക്കുന്നത്, സ്വർണ്ണപ്പണയത്തിന് നിങ്ങൾക്ക് സിബിൽ സ്കോർ നോക്കാതെ ബാങ്കുകൾക്ക് വായ്പകൾക്ക് നൽകാം. അപ്പോൾ ഇതൊരു ഒരു ലോവർ EMI, അതുപോലെ ഒരു ഹയർ ടേക്ക് ഹോം പേ, ഒരു വലിയ തോതിലുള്ളൊരു ഗ്രോത്ത് ഇമ്പറ്റസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു കുതിപ്പിനുള്ള ഒരു സാമ്പത്തിക കുതിപ്പിനുള്ള GDPയുടെ ഗ്രോത്തിനുള്ള എല്ലാ അടിസ്ഥാനവും വളരെ ഭദ്രമാക്കി വച്ചിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മൾ അത് വളരെ സൂക്ഷ്മമായും വളരെ ഇതായും ഇനി വേണ്ടത് ഒരു സിറ്റിസൺസ് ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസി ലെവലിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി കഴിഞ്ഞു. ഇനിയുള്ളത് ബിസിനസ്സുകാർ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കുറ്റം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ സേവിങ്സിലും മറ്റുമൊക്കെ ഉണ്ടാകേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എപ്പോഴും മലയാളി എസ്പെഷ്യലി നമ്മൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വരെ ഇപ്പം ഈ പണം കൊണ്ടിട്ട് ലക്ഷങ്ങളാണ് മലയാളിക്ക് നഷ്ടപ്പെടുന്നത്, അല്ലേ? നമ്മൾ എത്ര കണ്ടാലും പഠിക്കില്ല. ഈ ബ്ലേഡ് കമ്പനിയിലിട്ടു, അത് ഇപ്പം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പലതിൻ്റെയും ഇത് ചെയ്തു.
പിന്നെ പകുതി വില തട്ടിപ്പ് കണ്ടു, ഇതൊന്നും ചെയ്യാതെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഉള്ള സേവിങ്സ് മെൻറ്റാലിറ്റിയും പ്രൂഡൻ്റായിട്ട് വൈസായ സ്പെൻഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു ആവറേജ് 8% ഗ്രോത്താണ് ഈ വർഷം RBI കണക്ക് കൂട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.